നമുക്കൊന്ന് റൂം ടൂർ ആയാലോ? ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ റൂമിന്റെ പോർഷൻസ് ഇങ്ങനെ കാണിക്കുമ്പോൾ 2-3 പേര് ഒരു 5-10 പേര് എന്നോട് ചോദിച്ചു ഒരു റൂം ടൂർ ചെയ്തുകൂടെയെന്ന്. അപ്പം ഞാൻ കരുതി എന്തായാലും എനിക്ക് കോണ്ടന്റിന് ഐഡിയാസ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്കൊരു റൂം ടൂർ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഓക്കെ വാ. ആൻഡ് ദിസ് ഇസ് മൈ റൂം. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ നിന്ന് പെരുമാറാൻ സ്ഥലമില്ലാത്ത ഈ കുഞ്ഞു കുടിച്ചു മുറിയാണ് എൻ്റെ റൂം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ വാ. കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ടേബിളാണ്. എല്ലാവിധ അൽക്കുലത്തെ സാധനങ്ങളും അതിൻ്റെ മുകളിലുണ്ടാവും. ആൻഡ് ഈ വാൾ പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തതാണ്. ആൻഡ് ഈ സൈഡിൽ വന്നിട്ട് ഒരു ബെഡ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഓർഗനൈസർ എന്ന് പറയുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച അതിൻ്റെ മുകളിൽ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ആൻഡ് ഒരു ബോൺസായി പ്ലാന്റും ഉണ്ട്. ഈ ഗ്രിഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഗ്രിഡാണ്. ആൻഡ് ഈ ഷെൽഫിൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമുള്ള ഒരു ബുക്ക് ഷെൽഫാണിത്. പിന്നെ ഈ സൈഡിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ കുറച്ച് ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലാഗ് എൻ്റെ ഫ്രണ്ട് അയന്തിക എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഈ ഫ്രെയിംസ് ഒക്കെ എനിക്ക് പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോളറോയിഡ് ഫോട്ടോസ് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ടൈമിലും കോളേജ് ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സീരിയൽ ബൾബുകൾ വെച്ചിട്ടുണ്ട്. തുമ്പീനെ പോലെയാണ് അത് കാണാനുള്ളത്. സോ ക്യൂട്ട്. പിന്നെ നമുക്കൊരു ബാഗും ജാക്കറ്റൊക്കെ തൂക്കുന്ന വാതിലിൻ്റെ ബാക്കിൽ, പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റും ബാഗ് വെക്കാനുള്ളൊരു സെറ്റപ്പാണത്. പിന്നെ എല്ലാ വീട്ടിലുള്ള നോർമൽ വാർഡ്രോബ്. ഇതാണ് അപ്പോൾ നമ്മുടെ റൂം. വളരെ ചെറിയ സെറ്റപ്പിൽ ഉണ്ടാക്കിയെടുത്തൊരു കുഞ്ഞു റൂമാണ്. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂം. ബട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ്ഡ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ബൈ.